രഘുചേട്ടൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്നുള്ളത് അറിയാവോ? അറിയില്ല. രഘുചേട്ടൻ വളരെ സജീവമായിട്ട് മിമിക്രി നിൽക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ജോലി കിട്ടി, നേവൽ ബേസിൽ ജോലി കിട്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് ടക്കേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വേറൊരു വഴിയിൽ പോയിട്ടുള്ള ഒരാളാണ് രഘുചേട്ടൻ. എനിക്ക് രഘുചേട്ടനുമായിട്ടുള്ള ആദ്യത്തെ ഓർമ്മ വെള്ളൂര് പേപ്പർ കമ്പനിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നാദൃഷികയുടെ ഗാനമേള നടക്കുകയാണ്. അന്ന് നാദൃഷികയുടെ ഗാനമേള, അതിന്റെ ഇടവേളയിൽ തോമസ് തോപ്പൽക്കൊടി, രാജീവ് ചെറായി, ഹരിശ്രീ മാർട്ടിൻ, സാജു കൊടിയൻ, രഘു കളമശ്ശേരി എന്നിവരുടെ ഒരു മിമിക്രി പ്രോഗ്രാം വന്നു. അപ്പം പൊതുവെ ഇങ്ങനെ ഇവരെയൊക്കെ കാണാനും പറ്റിത്തെച്ച് നടക്കാനുമായിട്ട് കറങ്ങി നടക്കുന്ന ഞാൻ ഇവരുടെ അടുത്ത് ചെന്നു. ഞാൻ എങ്ങനെയോ ഗ്രീൻ റൂമിനകത്ത് വരെ എത്തി. ഗ്രീൻ റൂമിനകത്ത് എത്തിയപ്പോൾ അവരൊക്കെ വേഷം കെട്ടി നിൽക്കുന്നു. അപ്പൊ ഏകദേശം 2 മണിക്കൂർ ഷോ ആൾക്കാർ മുന്നിൽ നിന്നാണല്ലോ കാണുന്നത്. ഞാൻ അതിൽ ഈ മിമിക്രിക്കാരുടെ അടുത്ത് ഇങ്ങനെ പറ്റിക്കൂട്ടി നിന്ന് ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ രഘുചേട്ടൻ എന്നോട് ചോദിച്ചു, താൻ മിമിക്രി കാണിക്കുന്ന ആളാണോ? ഞാൻ പറഞ്ഞു അതെ. അതുകൊണ്ടാ താൻ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പെട്ടെന്ന് കയറി പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഇപ്പൊ നാദൃഷയോട് പറയാം, തന്റെ നാടല്ലേ, താൻ വേണ്ട 1 or 2 ശബ്ദങ്ങൾ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ കയറി കാണിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ വേണ്ട ഏട്ടാ എന്നും പറഞ്ഞ് ഞാൻ കാണിച്ചില്ല. എനിക്ക് തട്ട് കിട്ടിയാലോ എന്നുള്ള പേടി അതിന്റെ ഇടയിൽ കയറി ഞാൻ മിമിക്രി കാണിച്ചറിഞ്ഞ് ഞാൻ ചെയ്തില്ല. പക്ഷെ കേറുന്നോ എന്ന് വന്ന് നിന്ന് ഒരാളോട് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ചോദിച്ച ഒരാളാണ് രഘു കളമശ്ശേരി ചേട്ടൻ. അത് പിഷാരായിട്ട് ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ ഭയങ്കര സന്തോഷം. ഇതുപോലെ തന്നെ എനിക്കും ഒരു അനുഭവം ഉണ്ട് രഘുചേട്ടൻ. ഞാൻ രഘുചേട്ടനോട് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഓണത്തിന് മറ്റേ ദേമാവേലി കൊമ്പത്ത് അതിന്റെ ഷൂട്ടിനൊക്കെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഫസ്റ്റ് പറഞ്ഞു, ഞാൻ വന്ന് ഇരിക്കടാന്ന് പറഞ്ഞ ആളായിരുന്നു. ഒരു പരിചയമില്ല അല്ല ഏട്ടാ. എന്നോട് ഞാൻ എന്റെ മൂത്ത ചേട്ടൻ പറഞ്ഞ പോലെ എന്നോട് എന്നെ ചേർത്ത് നിർത്തിക്കണ്ട പറഞ്ഞത്. ഞാൻ ആരെ വേണമെങ്കിൽ വന്ന് തല്ലിക്കോളാം, നീ ധൈര്യമായിട്ടിരിക്കും. കാര്യം ഞാൻ ഒരു 2 വർഷം ചുമട്ടുതൊഴിലാളിയായിരുന്നു എറണാകുളം. അപ്പോഴാണ് ഹരിശ്രീ അശ്വൻ ചേട്ടൻ നമ്മുടെ ടെലഫോണിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ഞാൻ ചെന്നു, അശ്വൻ ചേട്ടാ എന്നെ ഒന്ന് ട്രൂപ്പിലെടുക്ക്, ഹരിശ്രീലെടുക്കാൻ പറയും. പുള്ളി അപ്പോൾ പറയണ ആള് തികഞ്ഞു, ഇപ്പം പരിപാടിയൊക്കെ ഇല്ല, തുടങ്ങിയിട്ടില്ല എന്ന് പറയും. അങ്ങനെ കുറെ കഴിഞ്ഞ പുള്ളി എന്നെ വന്ന് കൊച്ചിൻ ഹൈനസ് കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. എന്നെ അവിടെ നിന്ന് പുള്ളി ഹരിശ്രീ കൊണ്ടുപോയി. അതിന് പകരം വന്ന ആളാണ് സലീം കുമാർ. മാത്രമല്ല രഘുചേട്ടനെ ഉമ്മൻചാണ്ടി സാറിനെയാണ് നമ്മളുടെ ഇതിൽ ചെയ്തുകൊണ്ടിരുന്നത്, പ്രോഗ്രാമുകളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ സ്വാതന്ത്ര്യം, എന്റെ ഒരു സഹോദരൻ സന്തോഷ് സഹോദരൻ നേവൽ ബേസിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് ചോദിച്ചു, എടാ ടിവിയിലൊക്കെ ഉള്ള ആള് ദേ ഇവിടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പരിപാടികൾക്ക് തോരണം തൂക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ ഇവിടെ വന്ന് നിൽക്കുന്നു, ഇതിനകത്ത് എങ്ങനെ കയറി പറ്റി? ഞാൻ ഇതിനകത്ത് ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ചെന്ന് ഫോൺ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് രഘുചേട്ടൻ ജോലി കിട്ടി അതിനകത്ത് കയറി. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഷൂട്ടിങ്ങിന് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ലഡുവൊക്കെ കൊണ്ട് തന്നിട്ട് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ആദ്യം ഫിഷാരുടെ ചേട്ടൻ കണ്ട സമയത്ത് നമ്മള് മറ്റേ പെയിന്റ് അടി ആയിരുന്നല്ല, അത് കഴിഞ്ഞ് തോരണം തൂക്കൽ. ഇപ്പൊ അത് കഴിഞ്ഞപ്പോ ഒരു വർക്ക്ഷോപ്പിലാണ്. എനിക്ക് രഘുചേട്ടന്റെ പ്രോഗ്രാം ഞാൻ കണ്ടതിൽ ഏറ്റവും ഓർമ്മയുള്ളത് യൂണിവേഴ്സലിന്റെ ഷോയില് ഒരു മരണവീട് കളിക്കുമായിരുന്നു നിങ്ങള്. ആ മരണവീടില് സാധാരണ മരണവീടൊക്കെ നമ്മളൊരു ആംബിയൻസ് ആക്കി സ്കിറ്റ് കളിക്കുമ്പോൾ ചിരി തുടങ്ങാൻ പാടാ. കാരണം ഈ ബോഡിയൊക്കെ വെച്ചിട്ടാണല്ലോ സ്കിറ്റ് കളിക്കുന്നത്. ഈ ബോഡി കൊണ്ടുവച്ച് ആ കർട്ടൻ പൊക്കുമ്പോൾ രഘുചേട്ടൻ ഒരു പെൺവേഷം കെട്ടിയിരുന്നിട്ട് ഒരു കരച്ചിലുണ്ട്. പൊട്ടിച്ചിരിച്ചെന്ന് പറഞ്ഞ ആൾക്കാര് അത് മറ്റേതാണ്. അയ്യോ എന്റെ കടപ്പ് കണ്ട പൊന്നേ, ഇന്നലെ കൂടി ആന പുറത്ത് കയറിയതാണല്ല, അത് ആന പുറത്ത് കയറിയതല്ല, പാറപ്പുറം പറഞ്ഞ ആനയുടെ മുഖത്തിട്ട് കല്ലെടുത്തൊരച്ചതാണ് പൊന്നേ. ഇത് ആ സ്കിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയത്. പലരും വന്ന് പോകുമ്പോഴും ആസ്ഥാനത്ത് വലിയ മന്ത്രി വന്ന് നിശബ്ദമായിട്ട് റീത്ത് വെക്കുമ്പോ അയ്യാ എന്നെ മന്ത്രി ഓടിക്കളയും. അങ്ങനെ ഒരു ഗംഭീര സ്കിറ്റായിരുന്നു രഘുചേട്ടൻ ചെയ്തോണ്ടിരുന്നത്. അശോകൻ ചേട്ടൻ അമരം അശോക ഒരു ചുമ്പർ തരാമോ? കടമായിട്ട് നാളെ തിരിച്ചു തരാം. പിന്നെ എത്ര കാലമായി രഘുചേട്ടൻ ഇത് ചെയ്തിട്ട്? എന്തായാലും ഏകദേശം കുറെ വർഷമല്ല നടക്കണം. ഇൻഷുറൻസ് ഫസ്റ്റ് കാസറ്റ് ചെയ്യണ ഞാനാ, ഓഡിയോ കാസറ്റിൽ. അത് വേണം പറയാം. തിരുവല്ലാപുരം തിരുവതാ തിയേറ്റേഴ്സിന്റെ പ്രഥമ നാടകമായ ഊരാക്കുടുക്കിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഒരമ്മ നടുൽപ്പെടെ 3 വരെ പൊക്കണമെന്നാണ് അട്ടക്കുളർ അഭിജാർ സാർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരു സ്റ്റാറുണ്ട് ആലമൂട്. എന്റെ പൊന്നമ്മിണിക്കുട്ടി, നിനക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരാമോ? നീ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നിനക്ക് ഞാനൊരു സാധനം തരാം. ഉമ്മൻചാണ്ടി സാറും കൂടെ ചെയ്തേ. അത് സത്യം പറഞ്ഞാല് ഒരുപാട് നാളായി ഒരു ആഗ്രഹം, അമൃത ചാനലിലൊരു ഷോ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും എന്നെ ഇവിടെ വിളിച്ച അമൃത ചാനലിലും എൻ്റെ സുഹൃത്തുക്കളായ പിഷാരടിക്കും
സാജുവിനും എൻ്റെ എല്ലാവിധ നന്ദി ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. അപ്പൊ എന്തായാലും നമുക്ക് രഘുചേട്ടൻ എന്ന കലാകാരനെയും വ്യക്തിയെയും കുറച്ചുകൂടി അടുത്തറിയാൻ സാധിച്ചു നമ്മുടെ ഷോയിലൂടെ. ഒരുപാട് സന്തോഷം.